കണ്ണൂർ കിംസ് ശ്രീചന്ദിൽ സൗജന്യ നിരക്കിൽ കീമോ യൂണിറ്റും ഡേ കെയർ കീമോ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒങ്കോളജി മേധാവി ഡോക്ടർ കെ പവിത്രൻ നിർവഹിച്ചു. ക്യാൻസർ ചികിത്സയിൽ സുപ്രധാന ചുവടുവയ്പ്പാണ് കിംസ് നടത്തിയതെന്നും വടക്കൻ മലബാറിലെ രോഗികൾക്ക് ഇതേറെ സഹായമാവുമെന്നും ഡോക്ടർ കെ പവിത്രൻ പറഞ്ഞു. വടക്കൻ കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് സഹായകമാകുന്ന തരത്തിൽ കീമോതെറാപ്പിക്ക് പ്രത്യേക യൂണിറ്റ് ഒരുക്കുകയാണ് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ. സൗജന്യ നിരക്കിലാണ് ഇവിടെ സേവനം ലഭ്യമാക്കുകയെന്ന് കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ അറിയിച്ചു. കീമോ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ പവിത്രൻ നിർവഹിച്ചു. ക്യാൻസർ ചികിത്സയുടെ പ്രധാന ചുവടുവയ്പ് എത്രയും വേഗം ചികിത്സ ആരംഭിക്കുക എന്നതാണെന്ന് ഡോക്ടർ കെ പവിത്രൻ പറഞ്ഞു. കണ്ണൂരിൽ ക്യാൻസർ ചികിത്സയുടെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നായ കീമോക്ക് പ്രത്യേക സെന്റർ കണ്ണൂർ കിംസിൽ തുടങ്ങിയത് ഈ ഭാഗത്തെ രോഗികൾക്ക് ഏറെ ഗുണകരമാകും. ദീർഘയാത്ര ഒഴിവാക്കാനും ഫലപ്രദമായ ചികിത്സ തുടരാനും ഈ സംവിധാനം സഹായകമാകുമെന്നും ഡോക്ടർ കെ പവിത്രൻ പറഞ്ഞു. പലരും ചികിത്സ വൈകുന്നതും ചികിത്സ നേടാൻ മടിക്കുന്നതും യാത്ര ഒരു വലിയ കാര്യമാണ്. അപ്പോൾ സാധാരണയായിട്ട് കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ ദൂരം ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചികിത്സ തേടാൻ മടിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് മുടങ്ങും. അപ്പം അത് തന്നെ നമ്മുടെ ചികിത്സയെ ബാധിക്കും. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ 90% ക്യൂർ റേറ്റ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും 60% അടുത്തേ ഉള്ളൂ. അതിന് പ്രധാന കാരണം ഇതിനെ വൈകി കണ്ടുപിടിക്കുന്നതും അതുപോലെ ഇതുപോലെ ചികിത്സ മുടങ്ങുന്നതും അല്ലെങ്കിൽ സാമ്പത്തികം, ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഇത് നടക്കാതെ പോകുന്നത്. അങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ നമുക്കൊരു ചെറിയ ചിലവിൽ മികച്ച ചികിത്സ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വരുന്നത് വളരെയധികം നല്ലതാണ്. റേഡിയേഷൻ സംവിധാനം കൂടി കിംസിൽ ഉടൻ ആരംഭിക്കണമെന്നും ഡോക്ടർ കെ പവിത്രൻ നിർദ്ദേശിച്ചു. കിംസിന്റെ ആധുനിക സംവിധാനങ്ങളും നൂതനമായ ചികിത്സാ സൗകര്യങ്ങളും ചേരുമ്പോൾ ക്യാൻസർ ചികിത്സ ഫലപ്രദമാകുമെന്ന് കിംസ് ഓങ്കോളജി മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അജയ് തോമസും പറഞ്ഞു. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻസിനെ സമയത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം, അത് മാനേജ് ചെയ്യാൻ പറ്റണം. നമുക്ക് കുറേ യാത്ര ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻസിനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അപ്പോൾ പേഷ്യൻ്റ് കണ്ണൂരിലത്തെ പേഷ്യൻ്റ് ഇപ്പോൾ കോഴിക്കോട് മാംഗ്ലൂർ പോകാമെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ സ്വന്തം ഡിസ്ട്രിക്റ്റിൽ തുടങ്ങാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ടു കുറേ പേഷ്യൻസിനെ. അപ്പോൾ ദാറ്റ്സ് വാട്ട് അവർ ഐഡിയാസ്. നമ്മളിവിടെ തുടങ്ങുമ്പോൾ നമുക്ക് ആ കെയർ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് നീക്കാൻ പറ്റണം. അപ്പോൾ അതിപ്പോൾ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇത് മൾട്ടി ഡിസിപ്ലിനറി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞങ്ങൾക്ക് യൂറോ, ന്യൂറോ, കാർഡിയോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും സപ്പോർട്ട് ഉണ്ടല്ലോ, എല്ലാം സജ്ജമാണ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഹോസ്പിറ്റലാകുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളാണ്. കാരണം പേഷ്യൻസിന് പല ഡിപ്പാർട്ട്മെൻറ്റ് പല അസുഖമുള്ളവരും കുറേ പേര് കുറച്ചൊരു പ്രായമുള്ള പേഷ്യൻസ് ആയിരിക്കും, പല അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അവർ ഫുൾ കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ അതാണ് ഐ എം ടെല്ലിങ് ദിസ് ഇസ് എ ഗുഡ് പ്ലേസ് ടു ഡെവലപ്പ് ഓങ്കോളജി. ഇപ്പോൾ ഓങ്കോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായത് എന്താ വെച്ചാൽ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾക്ക്. റോബോട്ടിക് ചികിത്സ ഉൾപ്പെടെ സജ്ജമാക്കി വടക്കൻ കേരളത്തിലെ ആരോഗ്യമേഖലയിൽ കിംസ് ശ്രീചന്ദ് നിർണായക ചുവടുവയ്പ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിലേക്കാണ് സൗജന്യ നിരക്കിൽ കീമോയും ലഭ്യമാക്കുന്നതെന്ന് ഫർഹാൻ യാസിൻ പറഞ്ഞു. കീമോക്കായി പ്രത്യേക വാർഡും കിംസിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ചികിത്സാ വിഭാഗത്തിന് കരുത്തായി ക്യാൻസർ അതിജീവിതയായ ഓങ്കോളജി വിഭാഗം നഴ്സ് ഷീല നമ്പ്രവും ഒപ്പമുണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ കിംസ് യൂണിറ്റ് ഹെഡ് ടി.പി. ദിൽഷാദ്, കാർഡിയോളജി വിഭാഗം മേധാവിയും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ പി. രവീന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.